SSLCക്കും പ്ലസ് ടുവിനും ശേഷം പ്രൊഫഷണൽ കരിയർ തിരഞ്ഞെടുക്കാവുന്ന ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ. നിലമ്പൂർ ടൗണിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം. മാനവേദൻ സ്കൂൾ റോഡിൽ സ്കൂൾ സമയത്ത് സ്വകാര്യ ബസ്സുകൾ സഞ്ചരിക്കുന്നത് കർശനമായി തടയും. നിലമ്പൂർ നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ നിലമ്പൂർ TBയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ തീരുമാനിച്ചത്. താഴെ ചന്തക്കുന്നിൽ ട്രാഫിക് സിഗ്നൽ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് MLAയുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കും. മാനവേദൻ സ്കൂൾ റോഡിൽ രാവിലെ 8:30 മുതൽ 10 വരെയും വൈകുന്നേരം 3 മുതൽ 5 വരെയും സ്വകാര്യ ബസ്സുകൾ സഞ്ചരിക്കുന്നത് കർശനമായി തടയും. നിലമ്പൂർ ആശുപത്രിയിലേക്ക് വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമൊരുക്കാൻ നഗരസഭ ശ്രമം നടത്തും. ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള വഴിയോര കച്ചവട ബങ്കുകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഒഴിവാക്കും. കനോലി പ്ലോട്ടിന് സമീപമുള്ള ഉപയോഗശൂന്യമായ ബങ്കുകൾ ഒഴിവാക്കും. വഴിയോര കച്ചവടം നിശ്ചിത സ്ഥലത്ത് നിർണയപ്പെടുത്തും. KNG റോഡിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ സീബ്ര ലൈനും ഓട്ടോറിക്ഷകൾക്കുള്ള പാർക്കിംഗ് ട്രാക്കും വരയ്ക്കും. നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ KSRTCക്ക് അനുവദിച്ച ട്രാക്കിൽ മാത്രം KSRTC ബസ്സുകൾ നിർത്തണം. മറ്റു ഭാഗങ്ങളിൽ നിർത്തി യാത്രക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതും ഒഴിവാക്കും. ബസ് സ്റ്റാൻഡിലേക്കും തിരിച്ചും സ്വകാര്യ ബസ്സുകൾ മിൽമ റോഡിലൂടെ പോകുന്നത് ഒഴിവാക്കും. റോഡിൽ തിരക്കേറിയ ഭാഗങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്താൻ നഗരസഭ ശ്രമം നടത്തുമെന്നും നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. യോഗത്തിൽ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ മുസ്തഫ കളത്തുംപടിക്കൽ, നിലമ്പൂർ സ്റ്റേഷൻ SI തോമസ് കുട്ടി ജോസഫ്, AMVI ഈസ്റ്റർ യാഷിക, നിലമ്പൂർ PWD റൂട്ട്സ് വിഭാഗം AEC അനീഷ്, ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ്, KSRTC നിലമ്പൂർ ഡിപ്പോ GCIP ഷാജി, വിവിധ സംഘടനാ പ്രതിനിധികളായ മുഹമ്മദ് നജീബ്, റിയാസ് കവാഡ്, സൈദലവി കുന്നുമൽ, SD മത്തായി, റഹീം ചോലയിൽ, C ജയരാജൻ, നിയാസ് ചാലിയാർ, TMS ആസിഫ്, മുഹമ്മദ് അഷ്റഫ്, ഹസ്കർ, ഫൈസൽ തയ്യിൽ, OT നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.